2024 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ യാത്ര എല്ലാവർക്കും ആശ്ചര്യം സമ്മാനിക്കുന്നതാണ്. ആദ്യം കളിച്ച 9 കളികളിൽ 8ലും ടീം വിജയിച്ചു. ഇതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ച അവർ ആദ്യം പ്ലേ ഓഫിലെത്തുന്ന ടീമാകുമെന്നാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് പ്രേമികളും കരുതിയത്. എന്നാൽ ടീമിന്റെ അപ്രതീക്ഷിത വീഴ്ചയാണ് പിന്നീട് കണ്ടത്. 9 കളികളിൽ 16 പോയിന്റുമായി വിലസിയിരുന്ന സഞ്ജു സാംസന്റെ ടീം പിന്നീട് കളിച്ച 4 കളികളിലും പരാജയപ്പെട്ടു. പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിച്ചെങ്കിലും ടോപ്പ് 2 ഫിനിഷ് സാധ്യമാകുമോ എന്ന് ഇപ്പോഴും ഉറപ്പു പറയാനാവില്ല. അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പിച്ചത്. എന്നാൽ ഈ കളി മഴ മുടക്കിയത് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് സന്തോഷകരമായ കാര്യമായി മാറി. ഹൈദരാബാദ് ഗുജറാത്ത് മത്സരം മഴ കൊണ്ടുപോയത് രാജസ്ഥാന് ഗുണകരമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം നടക്കുകയും ഈ കളിയിൽ ഹൈദരാബാദ് വിജയിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഹൈദരാബാദ് രാജസ്ഥാനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് കയറുമായിരുന്നു. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വരുന്ന സാഹചര്യത്തിൽ മികച്ച റൺ റേറ്റ് ഹൈദരാബാദിന് മുന്നിൽ എത്തിക്കുമായിരുന്നു. എന്നാൽ ഈ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഹൈദരാബാദിന് ഒരു പോയിന്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാൻ ഈ ഒരു പോയിന്റ് സഹായിച്ചെങ്കിലും പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസിനെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മഴ ദൈവങ്ങൾ രാജസ്ഥാൻ റോയൽസിനെ 2ാം സ്ഥാനം നിലനിർത്താൻ സഹായിച്ചു. നിലവിൽ 13 കളികളിൽ 16 പോയിന്റാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിനുള്ളത്. പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനാവട്ടെ 13 കളികളിൽ 15 പോയിന്റുമുണ്ട്. രാജസ്ഥാൻ അവരുടെ അവസാന കളിയിൽ ജയിച്ചാൽ പോയിന്റ് നേട്ടം 18-ലെത്തും. ഹൈദരാബാദിനാവട്ടെ അവസാന മത്സരം ജയിച്ചാലും 17 പോയിന്റ് പരമാവധി നേടാൻ സാധിക്കൂ. അതിനാൽ നിലവിൽ ടോപ്പ് 2 ഫിനിഷ് ചെയ്യാനുള്ള രാജസ്ഥാന്റെ സാധ്യതകൾ അവരുടെ കൈകളിൽ തന്നെയാണ്. അതിന് അവസാന കളിയിൽ ഒരു ജയം നേടിയാൽ മാത്രം മതി. ശനിയാഴ്ച പഞ്ചാബ് കിങ്സിനെതിരെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ അവസാന മത്സരം. ഈ കളികളിൽ വിജയിച്ചാൽ മാത്രമാണ് അവർക്ക് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാൻ സാധ്യത നിലനിൽക്കൂ. എന്നാൽ ഞായറാഴ്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്താനായാൽ രാജസ്ഥാൻ റോയൽസിന് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ലീഗ് ഘട്ടത്തിലെ അവസാന കളിക്ക് ശേഷം മാത്രമേ ഇക്കുറി 2ാം സ്ഥാനത്ത് ഏത് ടീം ഫിനിഷ് ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കൂ. എന്നാൽ എവിടെയാണ് രാജസ്ഥാന് പിഴച്ചത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ടീമിലെ ചില പ്രധാന താരങ്ങളുടെ ഫോം ഔട്ട് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതിനൊപ്പം ചില കളിക്കാരുടെ അഭാവവും രാജസ്ഥാനെ വലയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ കളികളിൽ തങ്ങളുടെ ഒരു പ്രധാന കളിക്കാരൻ ഇല്ലാതെയാണ് റോയൽസ് കളിക്കാനിറങ്ങിയത്. ടീം തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ താരത്തിന്റെ തിരിച്ചുവരവാണ് ആരാധകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ ഈ താരം ടീമിലേക്ക് തിരിച്ചു വരുമെന്നും സഞ്ജുവിന്റെ ടീമിനെ മോശം ഫോമിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു. രാജസ്ഥാൻ ശരിക്കും മിസ് ചെയ്യുന്ന താരത്തെ നമുക്ക് നോക്കാം. രാജസ്ഥാൻ റോയൽസ് മധ്യനിരയിലെ പ്രധാന താരമാണ് വെസ്റ്റ് ഇൻഡീസ് ബാറ്ററായ ഷിറോങ് ഹെറ്റ്മേർ. വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആശാനായ ഹെറ്റി ഈ മാസം ആദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന കളിയിലാണ് അവസാനം രാജസ്ഥാൻ റോയൽസിനായി കളിച്ചത്. ഇതിനുശേഷം റോയൽസിന്റെ 3 കളികളിലും അദ്ദേഹം ടീമിലുണ്ടായിരുന്നില്ല. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന കളിക്ക് മുൻപ് ടോസ് സമയത്ത് പരിക്ക് മൂലമാണ് ഹെറ്റ്മേർ പുറത്തായിരുന്നതെന്ന് വ്യക്തമായി. എന്നാൽ താരത്തിന്റെ പരിക്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നില്ല. ഇതിനുശേഷം രാജസ്ഥാൻ കളിച്ച 2 മത്സരങ്ങളിലും ഹെറ്റ്മേർ കളിക്കാനിറങ്ങിയില്ല. ഹെറ്റിയുടെ അഭാവത്തിൽ ബാറ്റിംഗ് നിര ദുർബലമായ രാജസ്ഥാൻ ഈ 2 കളികളിലും ബാറ്റിംഗ് പരാജയത്തെ തുടർന്ന് തോൽവി ഏറ്റുവാങ്ങി. ഹെറ്റ്മേർ പരിക്കേറ്റ് പുറത്തായതോടെ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിര ബാറ്റിംഗ് ദുർബലമായി എന്നതാണ് സത്യം. കഴിഞ്ഞ 2 കളികളിലും രാജസ്ഥാൻ തോൽക്കാനുള്ള പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ തകർച്ചയാണ്. മധ്യനിരയിൽ ഹെറ്റ്മേർ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളികളിൽ ഇത്ര ദയനീയമാവില്ലായിരുന്നു ടീമിന്റെ ബാറ്റിംഗ് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അവസാന കളിയിൽ ഹെറ്റ്മേർ മടങ്ങിയെത്തുമെന്നും ഇതോടെ ടീം ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. 2022 മുതൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഹെറ്റ്മേർ കഴിഞ്ഞ 2 സീസണുകളിലും ടീമിന് വേണ്ടി ഒട്ടേറെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സീസണിൽ ആകെ 4 ഇന്നിംഗ്സുകൾ മാത്രം ബാറ്റ് ചെയ്ത ഹെറ്റി 27.67 ബാറ്റിംഗ് ശരാശരിയിൽ 83 റൺസ് നേടിയത്. ഇതിൽ പഞ്ചാബ് കിങ്സിനെതിരായ കളിയിലെ പ്രകടനമായിരുന്നു ശ്രദ്ധേയം. രാജസ്ഥാൻ പരാജയമുറപ്പിച്ച മത്സരത്തിൽ 10 പന്തിൽ 27 റൺസ് നേടി ടീമിനെ അപ്രതീക്ഷിത വിജയത്തിലേക്ക് അദ്ദേഹം കൈപിടിച്ചുയർത്തി. ലീഗ് ഘട്ടത്തിൽ ഇനി ഒരു മത്സരം കൂടി മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് ബാക്കിയുള്ളത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രാജസ്ഥാന്റെ എതിരാളികൾ. ഈ മത്സരത്തിൽ വിജയിക്കാനായാൽ
രണ്ടാം സ്ഥാനക്കാരായ റോയൽസിന് പ്ലേ ഓഫിലേക്ക് പോകാം.